ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡ് ആകുന്നതിന് 16 ദിവസം മുൻപ് വരെ ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ആ അതേ സൈക്കിളിൽ തന്നെ പ്രഗ്നൻ്റ് ആയ ഒരു കുട്ടിയുടെ സക്സസ് സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ആ ഒരു മെയിലിൽ ആ കുട്ടിയുടെ സങ്കടങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ടിപ്പ് ഫോളോ ചെയ്തപ്പോൾ പ്രഗ്നൻ്റ് ആയതിനെയും പറ്റിയിട്ടും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞായില്ല എന്ന് വിഷമിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യം അങ്ങനെ ആലോചിച്ച് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. എന്നിട്ടും ആയിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിതം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ക്രൂഷ്യലായിട്ടുള്ള തീരുമാനം എടുക്കാനോ ഒന്നും അവകാശമില്ല. നമ്മൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ട്രീറ്റ്മെൻറ്റ്സ്, അതായത് ഡോക്ടർമാർ തരുന്ന ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചേഞ്ചസ്, ഈ കുട്ടി വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. ഏറ്റവും ആദ്യം ഫോളോ ചെയ്തത് ഡെയിലി ആപ്പിൾ സിഡർ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ആപ്പിൾ സിഡർ വിനീഗറിനെ പറ്റിയിട്ടാണ്. ആപ്പിൾ സിഡർ വിനീഗറിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഹെയർ ഗ്രോത്തിന് അതുപോലെ നമ്മുടെ മുഖത്തിന് ഒക്കെ വളരെയധികം ബെനിഫിറ്റ് തരുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും. ആപ്പിൾ സിഡർ വിനിഗറിൽ അടങ്ങിയിട്ടുള്ള മാലിക് ആസിഡ് സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പലരും തന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ മറന്നു പോകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളയുന്ന ഒന്നാണ് പുരുഷന്റെ സെമൻ അനാലിസിസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. കുഞ്ഞു വളരുന്നത് സ്ത്രീയുടെ യൂട്രസിലാണെങ്കിൽ തന്നെയും ആ വളർച്ച കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സെമൻ വേണം. സെമന്റെ ക്വാളിറ്റി കുറവായിട്ടുള്ള ഒരു കാര്യം, ക്വാളിറ്റി നിങ്ങൾക്ക് കുറവാണെങ്കിൽ സെമന്റെ ആ ഒരു കാര്യം നിങ്ങൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലും ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന അണ്ടത്തിന് ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസും കറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ടെങ്കിൽ കൂടി തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത അവിടെ കുറയുന്നു. അപ്പോൾ സെമന്റെ ക്വാളിറ്റി ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഓൾറെഡി സെമൻ അനാലിസിസ് ചെയ്തിട്ട് സെമന്റെ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ലാത്തവർ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ അങ്ങനെ അല്ലാത്തവർ കുറച്ചൊന്ന് ക്വാളിറ്റി കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്യാം കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് പ്രോസ്റ്റേറ്റ് പ്രോബ്ലം റിഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ് സെമൻ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ അതും സെമന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റിന്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന്, പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ആപ്പിൾ സിഡർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. പല സ്ത്രീകൾക്കും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അതായത് യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിലും വജൈനൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ചിലർക്കൊക്കെ ആന്റിബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞാലും റെക്കറന്റ് ആയിട്ട്, അതായത് തുടർച്ചയായിട്ട് ഈ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാറുണ്ട്. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വജൈനയിലെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. വജൈനയുടെ pH ലെവല് കൃത്യമായിട്ടല്ല നിൽക്കുന്നതെങ്കിൽ നമ്മളുടെ ശരീരത്തിനകത്തേക്ക് വരുന്ന സെമനെ ശരീരം തന്നെ ഇല്ലാതാക്കുന്നതിന് അത് കാരണമാവുന്നു. ഇതിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രഗ്നൻസി എന്നുള്ളൊരു കാര്യം അവിടെ പോസിബിൾ ആവുകയുള്ളൂ. അത് എൻ്റർ ആവാതെ വജൈനയുടെ pH ബാലൻസിൽ വ്യത്യാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വജൈനയുടെ ഓപ്പണിംഗിൽ വെച്ച് തന്നെ ഈ സെമൻ നശിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്ത്രീ ശരീരത്തിൽ മെയിൽ ഹോർമോൺ റിഡ്യൂസ് ചെയ്യുന്നു. മെയിൽ ഹോർമോൺ റിഡ്യൂസ് ചെയ്യുന്നത് പലർക്കും മെയിൽ ഹോർമോൺ കൂടുതൽ ഉണ്ടാകുന്നതിന്റെ കാരണം കൊണ്ട് PCOD പോലുള്ള മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും PCODയുടെ സിംറ്റംസും അതുപോലെ PCODയും ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫാറ്റ് റിഡ്യൂസ് ചെയ്യുന്നു. നമ്മളുടെ ആ ഒരു വയറിന്റെ ഭാഗത്തൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റ് ടിഷ്യൂസ് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട്. ഫാറ്റ് ടിഷ്യൂസ് കൂടി വന്നു കഴിഞ്ഞ് ശരീരത്തിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാതെ വരുന്നു. ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ പലർക്കും ഉണ്ടാകുന്നത് ഫാറ്റ് ടിഷ്യൂസ് കൂടുന്നത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒബിസിറ്റി ഉണ്ടാകുന്നതും അതുപോലെ നമുക്ക് എക്സസ് ആയിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടുന്നതും നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യതയെ നീട്ടി കൊണ്ടുപോകുന്നതിന് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫാറ്റ് ഒക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനീഗർ സഹായിക്കുന്നു. അത് മാത്രമല്ല കൊളസ്ട്രോൾ ലെവൽ ഒന്ന് കുറയ്ക്കുന്നു. അതുപോലെ നമ്മുടെ ഗട്ടിന്റെ ഹെൽത്ത്, നമ്മുടെ കുടലിന്റെ ആരോഗ്യം കൃത്യമായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. കുടലിന്റെ ആരോഗ്യവും ഫെർട്ടിലിറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ കുടലിന്, നമ്മുടെ ഗട്ട് ഹെൽത്തി ആയിട്ട് തന്നെ പോകണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഡൈജഷൻ കൃത്യമായിട്ട് നടന്ന് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും എത്തുന്നില്ല,
അല്ലെങ്കിൽ നമ്മൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ ബാധിക്കും. അതായത് ഒരു അമ്മയാകാനായിട്ട് ഒരു അച്ഛനാവാനായിട്ടുമുള്ള നമ്മുടെ ഒരു കഴിവിനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളുടെ ഗട്ട് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടും ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഫലോപ്പിയൻ ട്യൂബിലെ ബ്ലോക്കേജ് ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും എന്നും പലരും പറയുന്നുണ്ട് കേട്ടോ. ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കുമ്പോഴേക്കും ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ രക്തയോട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു എന്നാണ് പലരും പറയുന്നത്. ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനം നമുക്ക് അവിടെ കൃത്യമായിട്ട് നടന്നിട്ടില്ല എങ്കിൽ അണ്ടത്തിന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ആ ഒരു എഗ്ഗുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് വരാനായിട്ട് സാധിക്കില്ല. ആ വരുന്ന വഴിക്ക് ഫലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്കേജോ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഗ്ഗ് അവിടെ വെച്ച് തന്നെ നശിച്ചു പോകുന്നതിന് അത് കാരണമാകുന്നു. അത് മാത്രമല്ല, ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം, അതായത് അണ്ടവും ബീജവും ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ഫലോപ്പിയൻ ട്യൂബ് പുഷ് ചെയ്താണ് നമ്മുടെ ആ ഒരു യൂട്രസിന്റെ ആ ഒരു ക്യാവിറ്റിയിലോട്ട് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗ് എത്തുന്നത്. അപ്പൊ അതിന് പുഷ് ചെയ്ത് പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന് ഇല്ല എങ്കിൽ അവിടെയും പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ നമുക്ക് നോക്കാം. ആപ്പിൾ സിഡർ വിനിഗർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട്. വിനാഗിരിയാണ്, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. ആപ്പിൾ സിഡർ വിനിഗർ എന്ന് പറയുമ്പോഴേക്കും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡോസേജ് ഉണ്ട്, ഒരു പവർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, കൃത്യം ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിലോട്ട് ഒരു ടീസ്പൂണിൽ കൂടാൻ പാടില്ല കേട്ടോ. ഒരു ടീസ്പൂൺ ഒഴിച്ച് അത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കുടിക്കാനായിട്ട് പാടുള്ളൂ. ഒരു അനത്ത ചൂടുള്ള വെള്ളം, ഒരുപാട് തിളച്ച വെള്ളം അല്ല, ഒരുപാട് തണുത്ത വെള്ളവുമല്ല, ഒരു ലൂക്ക് വാം വാട്ടർ ഇല്ലേ, അതായത് നേരത്തെ അനത്ത ചൂടുള്ള വെള്ളം നിങ്ങൾ എടുക്കുക. അപ്പൊ കൃത്യമായിട്ട് ഡൈല്യൂട്ട് ആയിക്കോളും. അങ്ങനെ ഡൈല്യൂട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് വെറും വയറ്റിൽ ഇത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ക്ലോസ് വാട്ടർ കുടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടിപ്സിന് നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം അത് എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ആപ്പിൾ സിഡർ വിനിഗർ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആപ്പിൾ സിഡർ വിനിഗർ എടുക്കാവുന്നതാണ്. അതായത് ഓവുലേഷൻ ടൈം, ഇംപ്ലാന്റേഷൻ ടൈം, നമ്മുടെ പീരിയഡ്സിന്റെ ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എടുക്കുന്നത് ഒരു ടീസ്പൂണിൽ കൂടുതലാകാനായിട്ട് പാടില്ല. രണ്ടാമതായിട്ട് ഫോളോ ചെയ്തത് ഗ്രാമ്പൂ വെള്ളമാണ്. ഗ്രാമ്പൂ വെള്ളത്തിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഗ്രാമ്പൂ വെള്ളം ടീച്ചേഴ്സ് വേൾഡ് ക്ലോസ് വാട്ടർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം ഗ്രാമ്പൂ വെള്ളം എടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഉപയോഗിച്ചത് കുരുമുളകാണ് കേട്ടോ. അപ്പോൾ കുരുമുളകിന്റെ വെള്ളത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ പ്രഗ്നന്റ് ആകാനായിട്ട് സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കിങ് എന്നാണ് സാധാരണയായിട്ട് കുരുമുളകിനെ അറിയപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രഗ്നൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഗ്രാമ്പൂ വെള്ളം, കറുവപ്പട്ട വെള്ളം, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഉപയോഗിക്കാവുന്നതാണ് കുരുമുളക്. പക്ഷെ ഞാൻ പറയുന്ന ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കുരുമുളക് ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വിറ്റമിൻ കെയുടെ കണ്ടന്റ് ഉണ്ട്, മാംഗനീസ് ഉണ്ട്, അതുപോലെ അയൺ, സിങ്ക്, കോപ്പർ, ക്രോമിയം, കാൽഷ്യം, ഡയറ്ററി ഫൈബർ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത്, നമുക്ക് അൾസർ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ഈ കുടലിനെ, അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിനെ ഡാമേജിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ പലർക്കും കുടലിൽ അൾസർ ഉണ്ടാവാനായിട്ട്, നമ്മുടെ വയറിൽ അൾസർ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് പ്രിവെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം വയറിലുണ്ടാകുന്ന അടിക്കടി വല്ല വേദനയോ അസ്വസ്ഥതയോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ചിലർക്ക് നിൽക്കുന്ന നിപ്പിൽ വയറുവേദന ഉണ്ടാകും, കുത്തി വേദന വരും, കുറച്ച് കഴിയുമ്പോൾ പോകും. അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വേദനകൾ വരുന്നവരാണ് നിങ്ങൾക്കെങ്കിൽ അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുരുമുളക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള മറ്റുള്ള വസ്തുക്കൾ വെച്ചിട്ട് ഇതിനെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ കുടലിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ്, നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പാൻക്രിയാസിലും കുടലിലും അടങ്ങിയിട്ടുള്ള എൻസൈമിനെ ഉത്തേജിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ദഹനവും ഫെർട്ടിലിറ്റിയും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് കൃത്യമായിട്ട് വിഘടിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണം.
അങ്ങനെ നടക്കാത്ത ആളുകൾക്ക്, ഇപ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും മോഷൻ പോകാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഡൈജഷനിൽ ബുദ്ധിമുട്ടുണ്ടാകും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ കുരുമുളക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ പുരുഷൻ എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം. പുരുഷ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷൻ ഇത് വർദ്ധിപ്പിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ സെമന്റെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. സെമന്റെ പ്രൊഡക്ഷൻ കൂടുന്നതോടൊപ്പം അതിന്റെ കൗണ്ടും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പുരുഷന്മാർ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപ്പോൾ പുരുഷന്മാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭർത്താവിന് യാതൊരു പ്രശ്നങ്ങളില്ലെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹസ്ബൻഡിനും കൊടുക്കുക. കാരണം ബീജത്തിന്റെ ക്വാളിറ്റി ഒരു പരിധിവരെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല അണ്ടവും ബീജവും പ്രോപ്പറായിട്ട് ക്വാളിറ്റിയോടുകൂടി വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ പ്രഗ്നൻസി ആവുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ എഗ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് നൽകുന്നു. കൃത്യമായിട്ട് ഗ്രോത്ത് എത്തി 80-22 ഗ്രോത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് യാതൊരു തരത്തിലുള്ള മെഡിക്കേഷൻസും ഇല്ലാതെയും ഇഞ്ചക്ഷൻസ് ഇല്ലാതെയും നാച്ചുറലി റപ്ചർ ആകും. അതാണ് നമ്മൾ ശരിക്കും പ്രഗ്നൻസി നോക്കുന്നവർ ശരീരത്തിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യം. കൃത്യമായിട്ട് ഗ്രോത്ത് ഇതിന് എത്തിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ അങ്ങോട്ട് ഇഞ്ചക്ഷൻ വെച്ചത് പൊട്ടിക്കുന്നത് പോലെയാവും. വളർച്ച എത്തി പൊട്ടിച്ചു. സാധാരണയായിട്ട് പുരുഷന്റെ സെമന് ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. പക്ഷേ സ്ത്രീയുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി അല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, അതിന്റെ വലിപ്പമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ക്വാളിറ്റി യാതൊരു ടെസ്റ്റും നടത്തിയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എഗ്ഗിന്റെ ക്വാളിറ്റിയും നല്ലതുപോലെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഒപ്പം നമ്മുടെ എഗ്ഗിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് ആണ് ഇതൊരു ആന്റി ബാക്ടീരിയൽ ആയിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ ഉണ്ടാകുന്നത്, ബാക്ടീരിയ കടക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷനോ അതുപോലെ വജൈനൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആ ഇൻഫെക്ഷൻ ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് നമ്മളുടെ കൊളസ്ട്രോളിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള ഇംബാലൻസസ് ഉണ്ടാകും. ഫാറ്റ് കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് കിതപ്പ്, അതുപോലെ നമ്മുടെ പീരിയഡ്സിനെ അത് എഫക്ട് ചെയ്യും, നമ്മുടെ ഓവുലേഷനെ അത് എഫക്ട് ചെയ്യും. അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ഇച്ചിരി വണ്ണം കൂടുകയാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോളിന്റെ ലെവൽ നോക്കുക. അത് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് ഇത് ഒരു ആന്റി ഡിപ്രസന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിലടങ്ങിയിട്ടുള്ള പെപ്പറൈൻ നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ ബ്രെയിൻ സെല്ലിനെ ഡാമേജിൽ നിന്ന് ഇത് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ബോഡിയുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബോഡിയുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് തുടങ്ങുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. ബ്രെയിനിൽ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഓരോ സിറ്റുവേഷന് വേണ്ടുന്ന ഹോർമോൺസ്, അതായത് ഏറ്റവും ആദ്യം നമുക്ക് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വേണം, ഈസ്ട്രോജൻ വേണം, അതുപോലെ LH ഹോർമോൺ വേണം, പ്രൊജസ്ട്രോൺ ഹോർമോൺ വേണം, അതുപോലെ നമുക്ക് HCG ഹോർമോണിന്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കണം. ഇതെല്ലാം കൃത്യമായിട്ട് ഏകീകരിച്ചു കൊണ്ട് പോകണമെങ്കിൽ ബ്രെയിൻ സെൽസും അതുപോലെ നമ്മുടെ ശരീരത്തിലെ കമ്മ്യൂണിക്കേഷനും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കണം. ഇതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ഒരു പെപ്പർ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതൊരു ആന്റി ക്യാൻസർ ആണ്. നമ്മളുടെ ശരീരത്തിൽ ക്യാൻസർ സെൽസ് ഫോം ചെയ്യുന്നതിൽ നിന്ന് ഇത് തടയുന്നു. നമ്മുടെ DNA ഡാമേജിൽ നിന്ന്, DNA ഡാമേജ് ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടും DNA പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ്, നമുക്ക് പല്ലുവേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതൊരു ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെന്റൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതിനെയും ശരീരത്തിൽ ബാക്ടീരിയ, നമുക്ക് പല്ലിനകത്തോട്ട് ബാക്ടീരിയ കടക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ കുരുമുളകായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു അമ്മിയിലിട്ട് അതൊന്ന് ക്രഷ് ചെയ്യുക. ഒരുപാട് പൊടിയാക്കി എടുക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വെള്ളം തിളപ്പിച്ച് കുടിക്കുക. നിങ്ങൾ നല്ലതുപോലെ കുരുമുളക് കഴുകി പയ്യെ ഒന്ന് ക്രഷ് ചെയ്തിട്ട്, അതായത് നമ്മൾ എടുക്കുന്ന കുരുമുളകിന്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം കേട്ടോ. 3-4 കുരുമുളക് നിങ്ങൾ എടുക്കുക. അതിനുശേഷം അതൊന്ന് ചതച്ച് വെള്ളം തിളപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4 കുരുമുളകിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് എരിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ അളവ് കുറയ്ക്കുക. 3 ആക്കുക. 3 പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 2 ആക്കുക. അപ്പോൾ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചൊന്ന്
ഒന്ന് കുറച്ചാൽ മതി. 2 കുരുമുളക് എടുത്തിട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഗുണം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ 1/2 ഗ്ലാസ് വെള്ളമാക്കി കുറക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് 1/2 ഗ്ലാസ് ആവുന്നത് വരെ എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഏറ്റവും ആദ്യം നിങ്ങൾ കുറവിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഒരു ദിവസം നിങ്ങൾ 2 കുരുമുളക് എടുത്തിട്ട് പയ്യെ ചതച്ചിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം 2 കുരുമുളക് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ 3 ദെൻ 3ലും പ്രശ്നമില്ലെങ്കിൽ 4 മാക്സിമം 4 മതി. അതിൽ കൂടുതൽ നിങ്ങൾ പോകണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.